കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് പോകുന്നു പ്രചരണങ്ങളൊക്കെ? വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പ്രചരണം വളരെ നേരത്തെ തന്നെ ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇലക്ഷൻ പ്രഖ്യാപനം വന്ന അന്ന് തന്നെ ഞങ്ങൾ ഒരു റോഡ് ഷോ നടത്തുകയുണ്ടായി. അന്ന് രാത്രി തന്നെ മണ്ഡലത്തിലുടനീളം പോസ്റ്ററുകൾ ഒട്ടിക്കാൻ സാധിച്ചു. ആദ്യ നോമിനേഷൻ നൽകാൻ സാധിച്ചു എന്നാണ് എടുത്തു പറയപ്പെടുന്ന കാര്യം. ഇനി ഒരു അടുത്തൊരു 5 വർഷവും ജനങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? ഈ 5 വർഷത്തിൽ 2.5 വർഷക്കാലം ഞാൻ മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയ്ക്ക് സ്വാഭാവികമായും എന്തെങ്കിലും അടയാളപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് വിഴിഞ്ഞം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്നൊരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം. വിഴിഞ്ഞത്തിലുള്ള പ്രത്യേകത, നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. വിഴിഞ്ഞത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം കടൽ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും എന്നാണ്. ഏതൊരു തുറമുഖത്തും നമുക്ക് കപ്പലുകൾ എത്തിക്കണമെങ്കിൽ ഡ്രഡ്ജിങ് നടത്തി ആഴം കൂട്ടേണ്ടി വരും. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ ആവശ്യമില്ല. 20 മീറ്ററിൽ കൂടുതൽ സ്വാഭാവിക ആഴം അവിടെയുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കരലഭിക്കുന്ന ഒരു പോർട്ട് കൂടി ആണ് അത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2.5 വർഷക്കാലത്തെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ച് തന്നതിൻ്റെ ഫലമായി ആ പോർട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കാൻ കഴിഞ്ഞത്. 800 മീറ്ററിൽ ബർത്ത് പൂർത്തിയാക്കി ആദ്യ കപ്പൽ എത്തിച്ചുകൊണ്ടാണ് ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാനന്ന് കൈകാര്യം ചെയ്ത വിവിധ വകുപ്പുകളുണ്ട്. മ്യൂസിയം, അതുപോലെ പുരാവസ്തു, പുരാരേഖാ വകുപ്പുകളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. ആ രംഗങ്ങളിലൊക്കെയും നിരവധി മാറ്റങ്ങൾ, നിരവധി മ്യൂസിയങ്ങൾ പുതുതായി സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ AKG മ്യൂസിയം, കൈത്തറി മ്യൂസിയം, തിരുവനന്തപുരത്തുള്ള മ്യൂസിയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ താളിയോല മ്യൂസിയം, അങ്ങനെ നിരവധി മ്യൂസിയങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം സ്ഥാപിക്കാൻ സാധിച്ചു. അത് ചെമ്മാട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടെ മ്യൂസിയം വിപുലീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ കഥ പറയുന്നൊരു മ്യൂസിയം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് എല്ലാ രംഗത്തും എൻ്റെതായൊരു പങ്ക് ഞാൻ വഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ ന്യായമായും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായി വലിയ രീതിയിൽ വോട്ടുകൾ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു വരുന്നുണ്ട്, BJP സ്ഥാനാർത്ഥിയായിട്ട് T റെനീഷ് വരുന്നുണ്ട്. ഒരു യുവതലമുറയല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഈ യുവതലമുറ എന്ന് പറഞ്ഞ ഒരു MLA ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക. അതല്ലാതെ പ്രായം നോക്കിക്കൊണ്ടല്ലല്ലോ അതൊന്നും പരിഗണിക്കപ്പെടുന്നത്. ഒരു പ്രായം കുറഞ്ഞ ഒരാളാണെന്ന് വെച്ച് അയാൾക്ക് പ്രത്യേകമായി വോട്ട് കൊടുക്കാൻ മാത്രം വിഡ്ഢികളാണോ മണ്ഡലത്തിലെ വോട്ടർമാർ? ഇവർ MLA പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കും. ആ നിലക്ക് വരുമ്പോൾ നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കോഴിക്കോട് സൗത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കൂടുതൽ കാര്യങ്ങൾ കോഴിക്കോട് സൗത്തിലെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ 5 വർഷക്കാലം ഞാൻ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ ഇവിടെ തന്നെ 1 കോടി രൂപ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഉന്നതി കോളനിയാണിത്. ഈ കോളനിയിൽ 1 കോടി രൂപയുടെ പ്രൊജക്റ്റ് നടന്നു വരികയാണ്. ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അവിടെ പൂർത്തിയായിട്ടില്ല. അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഏതാണ്ട് 1000 കോടിയിലധികം രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ മാത്രം കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിലെ മന്ത്രി എന്ന നിലക്ക് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. കേരളത്തിലെ നാഷണൽ ഹൈവേ ആയാലും, മലയോര ഹൈവേ ആയാലും, തീരദേശ ഹൈവേ ആയാലും, അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ആയാലും, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് വരിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങളായാലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. സ്വാഭാവികമായും LDF വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ LDFൻ്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഏതായാലും LDF സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. കോഴിക്കോട് സൗത്ത് മണ്ഡലം ഇത്തവണ LDF തന്നെ പിടിക്കുമെന്ന കാര്യം ഉറച്ചു പറയുകയാണ് LDF സ്ഥാനാർത്ഥി. ഏതായാലും കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയ, അമൃത ന്യൂസ്.